ഹലോ. സോ ഈ വീഡിയോയിൽ നമുക്കിനി സബ്ട്രാക്ഷൻ ഓഫ് ഫ്രാക്ഷൻസ് എങ്ങനെയാ ചെയ്യണേന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഞാൻ ലൈക്ക് ഫ്രാക്ഷൻസ് ആണ് എടുത്തിട്ടുള്ളത്. 1/10 ഫ്രം 3/10. സോ ഫസ്റ്റ് ഏത് ഫ്രാക്ഷൻ വേണം എഴുതാൻ? ഇത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ 3/10ൽ നിന്ന് 1/10 സബ്ട്രാക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. സോ ഫസ്റ്റ് 3/10 എഴുതുക. ഇതിൽ നിന്ന് വേണം 1/10 സബ്ട്രാക്ട് ചെയ്യാൻ. ഫ്രം കഴിഞ്ഞിട്ടുള്ള ഫ്രാക്ഷൻ വേണം ആദ്യം എഴുതാൻ. സോ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? ഇവിടെ ഡിനോമിനേറ്റേഴ്സ് രണ്ടെണ്ണം സെയിം ആയതുകൊണ്ട്, അതായത് ലൈക്ക് ഫ്രാക്ഷൻസ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് 3 - 1 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതാൻ പറ്റും. ഒരിക്കലും 3 - 1 ഡിവൈഡഡ് ബൈ 10 - 10 എന്ന് എഴുതരുത്, ഇത് റോങ് ആണ്. സോ 3 - 1 എന്ന് പറയുന്നത് എത്രയാ? 2 ഡിവൈഡഡ് ബൈ 10. സോ ഇത് സിംപ്ലിഫൈ ചെയ്യാലോ. അതായത് 2നെ നമുക്ക് 2 × 1 എന്ന് എഴുതാം, 10നെ നമുക്ക് 2 × 5 എന്ന് എഴുതാം. 2ഉം 2ഉം ഡിവൈഡ് ചെയ്ത് കളഞ്ഞാൽ ബാലൻസ് എന്ത് വരും? 1/5 എന്ന് സിംപ്ലിഫൈഡ് ആയിട്ട് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ലോവസ്റ്റ് ഫോമിൽ എഴുതാൻ പറ്റും. ഇങ്ങനെയാണ് ലൈക്ക് ഫ്രാക്ഷൻസ് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുക. സോ ഇവിടെ സെക്കൻഡ് എക്സാമ്പിൾ, അതായത് 3/5 ഫ്രം 7/8 സബ്ട്രാക്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഇവിടെ രണ്ടെണ്ണത്തിന്റെ ഡിനോമിനേറ്റേഴ്സ് വേറെ വേറെയാണ്. സോ ഫസ്റ്റ് എന്ത് ചെയ്യണം? ആദ്യം നേരത്തെ പോലെ തന്നെ ഫ്രം എന്ന് പറയുമ്പോൾ 7/8ൽ നിന്ന് വേണം 3/5 സബ്ട്രാക്ട് ചെയ്യാൻ. ദെൻ രണ്ടും വേറെ വേറെ ഡിനോമിനേറ്റേഴ്സ്, അതായത് അൺലൈക്ക് ഫ്രാക്ഷൻസ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? LCM കണ്ടുപിടിക്കണം. 8നും 5നും വേറെ കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. സോ അവരെന്ന് പറയുന്നത് എന്ത് നമ്പേഴ്സാ? കോപ്രൈം നമ്പേഴ്സ് ആണ്. കോപ്രൈം നമ്പേഴ്സിന്റെ LCM എന്ന് പറയുന്നത് 8 × 5 which is equal to 40. ഇതാണ് LCM കിട്ടുക. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ടെണ്ണത്തിന്റെയും LCMത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ 7/8നെ 40ലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 5. സോ ഇവിടെയും ഇൻറ്റു 5 ചെയ്യുമ്പോൾ 7 × 5 35 എന്ന് കിട്ടും. സെയിം രീതിയിൽ 3/5നെ 40ലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 8. സോ മേളിലും ഇൻറ്റു 8. 3 × 8 എന്ന് പറയുമ്പോൾ 24 എന്ന് ആൻസർ കിട്ടും. സോ നമ്മൾ LCM കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫ്രാക്ഷൻസ് LCMത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. സോ ഇനി അത് ഇവിടെ എടുത്തെഴുതാലോ. 7/8 എന്ന് പറയുന്നത് നമുക്ക് 35/40 ആണ് കിട്ടിയത്, മൈനസ് 3/5 എന്ന് പറയുന്നത് 24/40 ആണ് കിട്ടിയത്. സോ ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയ സ്ഥിതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 35 - 24 ഡിവൈഡഡ് ബൈ 40 എന്ന് എഴുതാൻ പറ്റും. ദെൻ ഇനി എന്ത് ചെയ്യണം? 35ൽ നിന്ന് 24 സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. സോ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി. 5ൽ നിന്ന് 4 പോയാൽ 1, 3ൽ നിന്ന് 2 പോയാൽ 1. സോ 11/40 എന്ന് ആൻസർ കിട്ടും. ഇങ്ങനെയാണ് അൺലൈക്ക് ആയിട്ടുള്ള ഫ്രാക്ഷൻസ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്ത് ചെയ്തു? LCM കണ്ടു. ദെൻ ഓരോ ഫ്രാക്ഷൻസും LCMത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം സബ്ട്രാക്ട് ചെയ്യാൻ. നെക്സ്റ്റ് നമ്മൾ എക്സാമ്പിൾ 3 ആയിട്ട് എടുത്തേക്കുന്നത് മിക്സഡ് ഫ്രാക്ഷൻസ് ആണ്. അതായത് 1 1/2 എന്ന് പറയുന്ന മിക്സഡ് ഫ്രാക്ഷനും 2 1/4 എന്ന് പറഞ്ഞ മിക്സഡ് ഫ്രാക്ഷനും. സോ അഗൈൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രം കഴിഞ്ഞിട്ടുള്ളത് വേണം ആദ്യം എഴുതാൻ. സോ 2 1/4 മൈനസ് 1 1/2. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അഡീഷനിൽ രണ്ട് മെത്തേഡ്സ് ഫോളോ ചെയ്തു. അതായത് ഫസ്റ്റ് അതായത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ദെൻ ആഡ് ചെയ്യണ മെത്തേഡ് പഠിച്ചിരുന്നു. അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യണ മെത്തേഡും പഠിച്ചിരുന്നു. ഇവിടെ എപ്പോഴും സബ്ട്രാക്ഷന്റെ കേസിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത് ഫോളോ ചെയ്യാണ്ടിരിക്കണതാണ് ബെറ്റർ. കാരണം എപ്പോഴും ഈ ഫസ്റ്റ് തന്നേക്കണ ഈ ഫ്രാക്ഷൻ ഗ്രേറ്റർ ദാൻ ഇതാവണമെന്ന് നിർബന്ധമില്ല. സോ അങ്ങനെ വരുമ്പോൾ തെറ്റിപ്പോവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണതാണ് എപ്പോഴും കറക്റ്റ്. ഓക്കെ, സോ ഫസ്റ്റ് ഇവിടെ എന്ത് ചെയ്യണം? ഓരോ മിക്സഡ് ഫ്രാക്ഷനും ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ 2 1/4 എന്ന് പറയുന്നത് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഡിനോമിനേറ്റർ 4 ഇൻറ്റു ഹോൾ പാർട്ട് 2 പ്ലസ് ന്യൂമറേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ 4 വിച്ച് ഈസ് ഈക്വൽ ടു 8 പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 4 വിച്ച് ഈസ് ഈക്വൽ ടു 9/4 എന്ന് കിട്ടും. സോ 2 1/4നെ എങ്ങനെ എഴുതാം? 9/4 എന്ന് എഴുതാൻ പറ്റും. മൈനസ് 1 1/2നെ കൺവേർട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 2. 2 ഇൻറ്റു 1 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 3/2 എന്ന് എഴുതാൻ പറ്റും. സോ 1 1/2നെ എങ്ങനെ എഴുതാം? 3/2 എന്ന് എഴുതാൻ പറ്റും. ഇതുവരെ നമ്മൾ എന്ത് ചെയ്തുള്ളൂ? ഫ്രം കഴിഞ്ഞിട്ടുള്ള നമ്പർ വേണം ആദ്യം എഴുതാൻ.
അത് കഴിഞ്ഞിട്ട് മിക്സഡ് ഫ്രാക്ഷൻസ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസിലേക്ക് കൺവേർട്ട് ചെയ്തു. നെക്സ്റ്റ് ഇനി ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ല. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? LCM ഓഫ് 4 and 2 കണ്ടുപിടിക്കണം. സോ 4 and 2 എന്ന് പറയുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 and 1 വരും. അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 and 1 വരും. സോ LCM എന്താ കിട്ടുക? LCM ഈസ് 4 എന്ന് കിട്ടും. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ഈ രണ്ട് ഫ്രാക്ഷൻസും 4ലേക്ക് കൺവേർട്ട് ചെയ്യണം. ഫസ്റ്റ് ഫ്രാക്ഷൻ ഓൾറെഡി ഡിനോമിനേറ്റർ 4 ആയതുകൊണ്ട് നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സെക്കൻഡ് ഫ്രാക്ഷൻ 2 ആണ്. സോ 2 into 2 ചെയ്താലാണ് 4 കിട്ടുക. സെയിം 2 കൊണ്ട് തന്നെ മേളിലും മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇവിടെ നിന്ന് എന്ത് കിട്ടും? 9/4 മൈനസ് 6/4 വിച്ച് ഈസ് ഈക്വൽ ടു 9 നിന്ന് 6 പോയാൽ 3 ഹോൾ ഡിവൈഡഡ് ബൈ 4 എന്ന് ആൻസർ വരും. ഇങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷൻസ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്.